പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇന്നലെ പരാതി കൊടുത്തു എന്നുള്ള പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു. ഞാൻ പറഞ്ഞത് എത്ര ദിവസം മുമ്പാണ്, എത്ര ആഴ്ചകൾക്ക് മുമ്പാണ്. നിയമപരമായ വ്യവസ്ഥയിൽ ഒരു പരാതി ഉണ്ടോ ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്, എന്തായിരുന്നു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്ന് വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? എന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ, പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. അല്ല, ഇത് പൊക്കുമാറയല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ നൽകിയതൊക്കെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളാണെന്നുള്ളതല്ലേ ഇപ്പോൾ ബോധ്യം. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയായിരുന്നു. അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്ത് നടത്തുന്നുണ്ടോ? അവർക്കിത് പറയാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും. അതായത് കോൺഗ്രസ് ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുലിനെതിരെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിയായിട്ടിരിക്കുന്ന ആളാണ് അയാൾ. അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്.